ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 3 ഘട്ടങ്ങളിലായി ഇടുക്കി പാക്കേജിൽ പ്രഖ്യാപിച്ചത് 18,000 കോടി രൂപ. പക്ഷേ കഴിഞ്ഞ 3 ബജറ്റുകളിൽ ഇടുക്കി ജില്ലയിൽ ഭരണാനുമതി ലഭിച്ചത് 54.13 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് മാത്രം. ബജറ്റിൽ 75 കോടി വീതം നൽകിയിട്ടും വന്യമൃഗശല്യം, വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന വികസനം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വികസനം, റോഡ് വികസനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തുക വിനിയോഗിച്ചിട്ടില്ല. ഇടുക്കി ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ പ്രഖ്യാപിച്ചത് 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ്. പ്രളയ സമയത്ത് 5,000 കോടിയും സ്പെഷ്യൽ പാക്കേജായി 1,000 കോടിയും ഉൾപ്പെടെ ആകെ 18,000 കോടി. 2022-23, 23-24, 24-25 വർഷങ്ങളിലെ ബഡ്ജറ്റിലൂടെ പ്രതിവർഷം 75 കോടി രൂപ വീതം 225 കോടി രൂപയും പ്രഖ്യാപിച്ചു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിൽ ഇടുക്കി പാക്കേജിൽ നിന്ന് ഇടുക്കി ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചത് 54 കോടിയോളം രൂപയുടെ പ്രവർത്തികൾക്ക് മാത്രം. ജില്ലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന ഇതിൽ നിന്ന് വ്യക്തമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇടുക്കിയോടുള്ള ഗവൺമെന്റിന്റെ അവഗണന തന്നെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതെന്നും KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വിവിധ പാക്കേജുകളുടെ പ്രഖ്യാപനങ്ങളിലൂടെ 18,225 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്ത് നിന്നും PJ ജോസഫ് MLA ചോദ്യത്തിന് മറുപടിയായി കിട്ടിയ മറുപടി പറയുന്നത് ഇടുക്കിയിൽ ചെലവഴിച്ചിട്ടുള്ളത്, അതിന് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് കേവലം 54 കോടി 13 ലക്ഷം രൂപയ്ക്ക് മാത്രമാണെന്നാണ്. അത് 2 ഘട്ടങ്ങളിലായി 41 കോടി 35 ലക്ഷവും പിന്നീട് 13 കോടി രൂപയുടെയും 2 ഘട്ടങ്ങളിലായി 54 കോടി 13 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്ത ഗവൺമെന്റാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിയമസഭയിൽ കൊടുത്ത ഈ 54 കോടി രൂപയുടെ ഭരണാനുമതി മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്ന മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. അതിന്റെ ഫലമാണ് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഡീൻ കുര്യാക്കോസിന് ഇത്ര വലിയ ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് കാരണം. ബഡ്ജറ്റിൽ 75 കോടി വീതം നൽകിയിട്ടും വന്യമൃഗശല്യം, വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന വികസനം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വികസനം, റോഡ് വികസനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തുക വിനിയോഗിച്ചിട്ടില്ല. 2022-23 വർഷത്തിൽ 5 പദ്ധതികൾക്കും 2023-24 വർഷത്തിൽ 3 പദ്ധതികൾക്കുമാണ് ഭരണാനുമതി നൽകിയത്. എത്ര വർഷത്തിൽ ഇടുക്കി പാക്കേജ് പൂർത്തിയാക്കുമെന്ന ചോദ്യത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് മറുപടി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.